ഞാനൊരു ലോയറാ സാറേ. ആ സമയത്ത് ഞാൻ കാറിൽ എങ്ങും പോയിട്ടില്ല. എന്തിനാ വക്കീലേ ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CCTV ഫുട്ടേജ് കാണിച്ചു തന്നതല്ലേ? അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ അത് വക്കീലിന്റെ വണ്ടിയാണെന്ന്? പിടിച്ചോണ്ട് പോടാനെ. സർ, എന്താ ഈ കാണിക്കുന്നത്? സാർ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിരപരാധിയായ ഒരാളെ കേസിൽ കുടുക്കിയതുകൊണ്ട് സാറിന് എന്ത് കിട്ടാനാ? നിങ്ങൾ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഞങ്ങളുടെ കയ്യില് വ്യക്തമായ തെളിവുണ്ട്. തെളിവൊക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ സർ. അതൊക്കെ പറ്റും. പക്ഷേ ഈ കേസില് അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ സ്റ്റെപ്പുകളും പാലിച്ച് തന്നെയാ ഞങ്ങൾ ഇയാളെ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതങ്ങ് കോടതിയിൽ തെളിയിച്ചാൽ മതി. ദേവികെ വേണ്ട, ഇവർ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അത് തടസ്സപ്പെടുത്താൻ പാടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ആരെയാ പേടിക്കേണ്ടത്? പോയിട്ട് വരാം. നടക്കുവക്കില്ല. സർ പ്ലീസ്, എനിക്ക് സിദ്ധുവിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. സാറെന്താ ഇയാളെ മാത്രം കൊണ്ടുപോകുന്നത്? ഇതിന് കൂട്ടുനിന്ന വേറൊരാളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവളെ എന്താ അറസ്റ്റ് ചെയ്യാത്തെ? മനസ്സിലായില്ല. ചന്ദ്രേ, മനസ്സിലായില്ലെന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. സർ, ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് ഒരു കാരണവശാലും എത്തേണ്ട ആളല്ല പ്രഭാവതി. അവരെ അവിടെ ബോധപൂർവ്വം എത്തിച്ചതാ. എന്ന് വച്ചാ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കാൻ പാകത്തിന് അവരെ നടു റോഡിൽ കൊണ്ട് നിർത്തിയെന്നർത്ഥം. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു സർ. ഈ നിൽക്കുന്ന ദേവികയാ പ്രഭാവതി അമ്മ അവിടെ എത്തിച്ചത്. ദേവികയും പ്രതി സിദ്ധാർത്ഥനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാലോ. അതത്ര നല്ല ബന്ധമൊന്നും അല്ല സർ. ഈ മർഡർ അറ്റംപ്റ്റിന്റെ പിന്നില് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇവളെയും കൂടി കസ്റ്റഡിയിൽ എടുക്കണം സർ. ഈ വിവരം എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഞങ്ങൾ വിചാരിച്ചു. എന്തായാലും ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. ഇനി വേണ്ടതുപോലെ ചെയ്യാലോ. മുമ്പിൽ നിൽക്കല്ലേ ആള്, പിടിച്ചോണ്ട് പോണം സാർ. കാമുകനും കാമുകയും കൂടി എന്തിനാ ആ പാവത്തിനെ ഇല്ലാതാക്കാൻ നോക്കിയെന്നറിയാൻ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. സത്യമാണോ ഇവർ ഈ പറയുന്നത്? ഒന്നെങ്കിൽ സാറിന് എന്നെ വിശ്വസിക്കാം. വിശ്വസിച്ച ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ ഒന്നും തരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സാറിന് എന്നെ അവിശ്വസിക്കാം. അവിശ്വസിച്ച ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും ഇവര് പറഞ്ഞ പോലെ പ്രവർത്തിച്ചിട്ടില്ല സർ. ഞാനിങ്ങനെ ചെയ്യൂല. പിന്നെ എന്തിനാടി പ്രഭാവതിയും കൂട്ടി നീ അവിടെ പോയത്? അത് നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. ചോദിക്കേണ്ടവര് ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷെ നിങ്ങളുടെ മുൻപിൽ വെച്ചല്ല, അല്ലാതെ. എന്തായാലും ഇപ്പൊ ഇവരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കൂടെ വനിതാ പോലീസില്ലല്ലോ. നാളെ സ്റ്റേഷനിലേക്ക് വരണം, അവിടെ വെച്ച് സംസാരിക്കും. ഞാൻ വരാം സർ. തെറ്റിയാത്തോണ്ട് എനിക്ക് ഒരു പേടിയുമില്ല. എന്നാ പോ, കാറും കസ്റ്റഡിയിൽ എടുത്തേക്ക്. അപ്പൊ കാറ് കൊണ്ടുപോയത് ഇതിനായിരുന്നു അല്ലേ? ഏതിന്? നീയല്ലേ അപകടത്തിന് പിന്നില്? അങ്ങനെ തോന്നിയോ? തോന്നി. അതെന്താ കാരണം? എനിക്കറിയാം.
സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുന്നു. ആരെയും കൊല്ലും. അതെന്റെ അമ്മയാ. അമ്മയെ ഒരു മകൻ കൊല്ലൂ? വേണ്ടി വന്നാ നീ അതും ചെയ്യും. വെറുതെ ആവേശം കയറി മണ്ടത്തരം വിളിച്ച് പറയല്ലേ.